विश्राम, सावधान, विश्राम। ഒരു യൂണിഫോമുള്ള ആളെ കൊണ്ടിട്ടാണ് മറ്റൊരു സാറേ മറ്റൊരു ടീച്ചർ സാറുണ്ടെങ്കിൽ ആ സാറ് ശരിയായിരുന്നു. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ സെറമണി തുടങ്ങാണ്. നിങ്ങൾ ടീച്ചറോടെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ പ്രതിജ്ഞ ചൊല്ലി ഞാൻ ചോദിക്കും നിങ്ങളോട്, നിങ്ങളതിൽ ചേരാൻ തയ്യാറാണോ? തയ്യാറാണ്. നിയമം പാലിക്കാൻ തയ്യാറാണോ ചോദിക്കുമ്പോൾ തയ്യാറാണ്. സ്കൗട്ട് പ്രസ്ഥാനത്തിനോട് പോലും ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ കൈ പിടിച്ച് ഈ കൈ മാത്രം ആദ്യം ഇടത്തേക്ക നിങ്ങൾ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഇടത്തെ കൈ കൊണ്ട് കഴിക്കണം. എല്ലാവരും വലത്തെ കൈ കൊണ്ടാണ് കഴിക്കാൻ കൊടുക്കുക. നമ്മളെന്താ ഇടത്തെ കൈ കൊണ്ട് കൊടുക്കാൻ കാരണം അറിയോ? നമ്മുടെ ഇതിന്റെ സ്ഥാപകൻ ബേഡൻ പൗലായിരുന്നു. ബേഡൻ പൗൽ ഒരു പട്ടാളക്കാരനായിരുന്നു. അയാള് ആഫ്രിക്കയിലെ ആഷാൻഡി എന്ന സ്ഥലത്തുള്ള കാട്ടുജാതിക്കാർ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവര് എല്ലാവർക്കും സാധാരണ വലത്തെ കൈ കൊണ്ട് കൊടുക്കും. അപ്പോൾ അവർ ഇടത്തെ കൈ കൊണ്ട് ഷെയ്ക്കേണ്ടി കൊടുത്തു മൂപ്പൻ. അപ്പോൾ മൂപ്പനോട് ചോദിച്ചു എന്താ ഇടത്തെ കൈ കൊണ്ട് തരുന്നത്? അപ്പോൾ പറഞ്ഞു നിങ്ങൾ ധീരന്മാരും ധീരരാണ്. കാരണം ഞങ്ങളെ കുറേ ആൾക്കാർ തോൽപ്പിക്കാൻ നോക്കിയിട്ട് ആർക്കും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സാധാരണക്കാരാണ് എന്ത് ചെയ്യുക? വലത്തെ കൈ കൊണ്ട് ഷെയ്ക്കേണ്ടി കൊടുക്കും. സ്കൗട്ട് കപ്പൊക്കെ എന്താണ്? ധീരന്മാരും ധീരനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇടത് കൈ കൊണ്ട് ഷെയ്ക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പക്ഷെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അവർ സ്കൗട്ട് പരസ്പരം കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇടത്തെ കൈ കൊണ്ട് എപ്പോൾ ഒന്ന് കാണും. നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾ ഇടത്തെ കൈ കൊണ്ടാണ് കൊടുക്കുക. അധ്യാപകന്മാരെ, ഒരു ലഹരിമുക്തമായ നാട് സ്വപ്നം കാണുന്ന ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർ, എൻ്റെ കൂടെ നാടാണ്, നിങ്ങളുടെ നാടല്ല, എൻ്റെ നാടാണ്, ഞാനും ഇവിടെ തന്നെയാണ്. നിങ്ങൾ എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ലല്ലോ? ഇല്ല, എന്നെ അറിയില്ല. പിന്നെ എൻ്റെ പേര് ടീച്ചർ പറഞ്ഞു ഇല്ലേ? അപ്പൊ ഞാൻ എന്താണെന്ന് അറിയോ? നിങ്ങള് ഇതുപോലെ യൂണിഫോം ഇട്ട ആളെ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ എന്താ? പോലീസാണ്. പോലീസിന് മാത്രമേ യൂണിഫോം ഉള്ളോ? അല്ല. പിന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ ടീച്ചറ്? ഡോക്ടറിന്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? പറഞ്ഞില്ലേ? കേട്ടില്ലേ? അപ്പൊ യൂണിഫോം പോലീസിന് മാത്രമാണോ ഉള്ളത്? ആണോ? അല്ല. പിന്നെ എന്തിനാ കണ്ടേ? ആ, വേറെ എന്താ യൂണിഫോം ഉള്ളപ്പോ? അപ്പൊ ഞാൻ പോലീസല്ല. അപ്പൊ ഞാൻ എന്താ? വേറെ പോവാണ്. വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ യൂണിഫോം?